വചനം തിരുവചനം മാനവരക്ഷാവചനം ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. മിശിഹായിൽ ഏറ്റവും അനുഗ്രഹീതരായെന്ന് നിങ്ങളെ വിളിക്കാൻ ഒരു കാരണം എന്താണെന്നറിയോ? വചനം പഠിപ്പിക്കുകയാണ്, എൻ്റെ പിതാവിനിൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ നിങ്ങളെ അനുഗ്രഹീതരായെന്ന് വിളിച്ചില്ലെങ്കിൽ എന്നോട് ഈശോ ഇഷ്ടപ്പെടില്ല, അല്ലേ? അപ്പോൾ നമ്മളെല്ലാവരെയും കുറച്ച് പേരെ മാത്രം ഈ പാലക്കാട് ടൗണിൽ നമ്മളെ ദൈവം വിളിച്ച് ചേർത്തിരിക്കുക. പുതിയ വർഷത്തിൻ്റെ സന്തോഷത്തിലാണ് നമ്മളൊക്കെ. ഞാൻ ഈ 4-ാം തീയതി പുരോഹിതനായിട്ട് 20 വർഷം പൂർത്തിയായി. അപ്പോൾ ഞാൻ എൻ്റെ ഒരു 20 വർഷത്തിൻ്റെ സന്തോഷമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സെമിനാരിയിൽ ചേർന്ന കാലഘട്ടങ്ങളിൽ ഒരു ആത്മീയ പിതാവിനോട് പറഞ്ഞു, നിനക്കൊരു വൈദികനാകണമെങ്കിൽ ആഗ്രഹമുണ്ടോ? ഞാൻ പറഞ്ഞു, ഭയങ്കര ആഗ്രഹമാണ്, അത്രയൊന്നും കാണുന്നില്ലെന്ന് എന്നോട് പറഞ്ഞു. എന്നാലും എന്ത് ചെയ്തു? എന്ത് ചെയ്യണം? ഇങ്ങനെ ചെയ്യണം. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ കിടക്കിൽ നിന്ന് ഇറങ്ങി ഓടരുത്. എന്ത് ചെയ്യണം? എഴുന്നേൽക്കുമ്പോഴേ ആരോഗ്യം കൊണ്ടല്ല, എൻ്റെ ശക്തി കൊണ്ടല്ല ഞാൻ എഴുന്നേൽക്കുന്നത്, ദൈവം എന്നെ അവിടെ എഴുന്നേൽപ്പിക്കുകയാണ്. എഴുന്നേൽപ്പിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഒന്ന്, എല്ലാം ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ കർണപുടങ്ങളിൽ ഇങ്ങനെ കേൾക്കാൻ പറ്റും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഓക്കെ, അങ്ങനെ അന്നത്തെ എല്ലാ ശുശ്രൂഷകളും ജോലിയും സെമിനാരിലായിരുന്ന പണി പഠനം എല്ലാം കഴിഞ്ഞ് അവസാനം ഇച്ചിരി തെറിയൊക്കെ പറഞ്ഞ് ഡോക്ടറച്ഛനോട് ഇങ്ങനെ വിഷമിച്ചെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ കേൾക്കാൻ പറ്റില്ല, 2-ാം പാദം കേൾക്കാൻ പറ്റും. എന്താ? ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവളിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ 20 വർഷം പൂർത്തിയാക്കിയപ്പോൾ ഞാൻ എൻ്റെ ഒരു നല്ലൊരു ചിന്തയായിരുന്നത്, എല്ലാ ദിവസവും ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും ഞാനിത് പരമാവധി കേൾക്കാൻ പരിശ്രമിച്ചു. പക്ഷേ 2-ാം പാതി എനിക്ക് പലപ്പോഴും കേൾക്കാൻ പറ്റിയില്ല. നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ അങ്ങനെ? അത് കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ച് വിഷമമുണ്ട്. സെമിനാരി പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ഒരു പണിഷ്മെൻറ്റ് കിട്ടും, ഒരു യെല്ലോ കാർഡ് ഇവിടെ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞ് ഇംഗ്ലീഷ് ഈസും വാസൊക്കെ എന്നറിയാൻ പാടുള്ളൂ, വേറെ ഒന്നും അറിയാൻ പാടില്ല. അത്താഴത്തിൻ്റെ സമയത്ത് എന്ത് ചെയ്യണം? 15 മിനിറ്റ് ഇംഗ്ലീഷ് പ്രസംഗിക്കണം. അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു, പണിഷ്മെൻറ്റ് കിട്ടി. ഞാൻ പറഞ്ഞു, എൻ്റെ ഒന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു, കോക്കനട്ട് ഈസ് എ ട്രീ. പിന്നെ എനിക്ക് പറയണം, കോക്കനട്ട് കറിക്ക് ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ വിറകൊക്കെ ഉപയോഗിക്കണം എന്നൊക്കെ പറയാം. പക്ഷേ എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല, ഒരു ഇംഗ്ലീഷ് കിട്ടുന്നില്ല. അങ്ങനെ അവസാനം എന്ത് ചെയ്തു? 15 മിനിറ്റോടെ നിന്ന് വേർത്തൊഴുകി. അന്ന് ഭക്ഷണം കിട്ടില്ല. അങ്ങനെ എന്ത് ചെയ്തു? സങ്കടപ്പെട്ടു പോയി. അന്ന് ഞാൻ കടലിൽ കിടക്കെ പോയിരുന്നപ്പോൾ എനിക്ക് ഒട്ടും കേൾക്കാൻ പറ്റിയില്ല. ഏത്? കാരണം എനിക്ക് ഡോക്ടറച്ഛനോട് വെട്ടിക്കൊല്ലാനുള്ള ഇഷ്ടം, അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു വർഷം നോക്കി എത്ര മനോഹരമായിരിക്കും. എല്ലാ ദിവസവും ഇവൻ, ഇവൾ എൻ്റെ പ്രിയപുത്രൻ, പ്രിയപുത്രി, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എത്രയോ നല്ല സന്തോഷമാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ ആലയത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഈ 2025 നമുക്ക് ഇന്ന് പരീക്ഷിച്ച് നോക്കാം, അല്ലേ? എഴുന്നേൽക്കുമ്പോഴേ, അല്ലേ? എത്രയോ ആളുകൾ ഇന്ന് പ്രഭാതത്തിൽ എല്ലാം പദ്ധതിയും പ്ലാൻ ചെയ്ത് എഴുന്നേൽക്കാൻ സാധിച്ചു, പക്ഷേ ഉണർന്നിട്ടുണ്ടാവില്ല, ജീവിതം തീർന്നിട്ടുണ്ടായിരിക്കും, അല്ലേ? നമ്മൾ ഓരോ ദിവസവും ഉണരുമ്പോഴും അല്ല, എല്ലാം നമ്മളെ ദൈവമാണ് നയിക്കുന്നത്. ദൈവത്തിൻ്റെ, അതുകൊണ്ട് വചനം പഠിപ്പിക്കുകയാണ്, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. ഞാൻ ഇന്ന് രാവിലെ പാലക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരുന്നു വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചത്. അവിടെ ഒരു അപ്പനും അമ്മയുണ്ട്. എൻ്റെ ഒരു പ്രിയപ്പെട്ട ഡാഡിയും മമ്മിയാണ്. 2 മക്കളുണ്ടായിരുന്നു. 2 പേരും പെൺകുട്ടി നല്ല പഠിച്ച് നല്ല ജോലിയൊക്കെ ആകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ക്യാൻസർ എന്ന രോഗം വന്ന് ആ പെൺകുട്ടി മരിച്ചുപോയി. ജൂലി. വീണ്ടും പ്രിൻസ് എന്ന ചെറുപ്പക്കാരൻ, അവനും MBA ഒക്കെ പഠിച്ച് നല്ല ജോലി ലഭിച്ച് എല്ലാ ഇതിലേക്ക് വരുന്ന സമയത്ത്
വടക്കഞ്ചേരിയിൽ നിന്ന് പാലക്കുഴിയിലേക്ക് പോകുന്ന വഴിക്ക് ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു. 2 പേരും. ഇന്ന് ആ കുടുംബം അവർ കുറേ സ്ഥലം ഒരു കോൺഗ്രിഗേഷന് കൊടുത്തു. അവിടെ പാലക്കുഴി എന്ന് പറഞ്ഞ മനോഹരമായ സ്ഥലമാണ്. അവിടെ 24 hours ഇങ്ങനെ അവർ ആരാധന വെച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് അവർക്ക് വേണ്ടി ഒരു വിശുദ്ധ കുർബാന രാവിലെ അർപ്പിച്ച് പ്രാർത്ഥിച്ചു. നല്ല സ്ഥലമാണ് പോയിരിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് അപ്പനും അമ്മയും ആ ഡാഡിയും അമ്മയും നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നു. എപ്പോഴും ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം മുഴുവനും മാറ്റിവെച്ചിരിക്കുകയാണ്. ദുഃഖങ്ങളോ വലിയ വലിയൊരു സങ്കടമൊന്നുമില്ല, പക്ഷേ ദൈവത്തിനെല്ലാം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം. ഞങ്ങളിന്ന് ഒരുമിച്ചിരുന്ന് രാവിലെ ഭക്ഷണം കഴിച്ചു, ഇന്നലെ സംസാരിച്ചു. ഒത്തിരി സന്തോഷമാണ്. വേദനകളുണ്ടെങ്കിലും എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നൊരു കുടുംബം. അതുകൊണ്ട് പ്രിയപ്പെട്ട നമുക്ക് എല്ലാ ദിവസം എന്ത് ചെയ്യണം? ഇങ്ങനെ കേൾക്കാൻ സാധിക്കണം. ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, അല്ലേ? വീണ്ടും ഇതിനകത്തൊരു ചിന്ത ഇതാണ്, വചനം പഠിപ്പിക്കുകയാണ്, ഇത് സമ്മതിക്കുക, ഇപ്പോൾ ഇത് സമ്മതിക്കുക. യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് നീ സമ്മതിക്കുക. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിലും ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത രോഗങ്ങളോ സങ്കടങ്ങളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ വചനം പഠിപ്പിക്കുകയാണ്, ഇപ്പോൾ നീ ഇത് സമ്മതിക്കുക, ഇതിനെ അംഗീകരിക്കുക. അങ്ങനെ എന്ത് ചെയ്തു? യോഹന്നാൻ പറഞ്ഞു, എനിക്ക് യോഗ്യതയൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈശോ പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക. അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്കുചിതമാണ്. അവന് സമ്മതിച്ചു, അല്ലേ? യോഹന്നാൻ എന്ത് ചെയ്തു? അത് സമ്മതിച്ചു. ഇപ്പോൾ ഇത് നീ സമ്മതിക്കുക. അപ്പം നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ പ്രതീക്ഷിക്കാത്തതൊക്കെ വരുമ്പോൾ ദൈവം പറഞ്ഞു, ഇപ്പോൾ നീ ഇത് സമ്മതിക്കുക. ഞാനൊരു 2 മാസത്തേക്ക് ഇവിടെ അടുത്തുള്ളൊരു പള്ളിയിലെ വികാരിയച്ഛനായിട്ട് ചാർജ് എടുത്തിരിക്കുകയാണ്. അരപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഞാൻ പോകുന്ന വഴിയാണ്. പലപ്പോഴും എൻ്റെ ജീവിതത്തിലും 20 വർഷത്തെ പൗരോഹിത്യ ജീവിതയാത്രയിൽ പ്രതീക്ഷിക്കാത്തതൊക്കെ വരുമ്പോഴും നമുക്കൊരു ഉണർവോടെ നിൽക്കാൻ പറ്റുന്ന എന്താ? ഇപ്പോൾ നീ ഇത് സമ്മതിക്കുക എന്ന ദൈവത്തിൻ്റെ വചനം നമ്മൾ ശരിക്കും ധ്യാനിച്ചാൽ എന്ത് ചെയ്യും? 2005 ഞാൻ ജനുവരി 4 പൗരോഹിത്യം സ്വീകരിച്ചു. 2005 ഒക്ടോബർ 23 52ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മച്ചി മരിച്ചുപോയി. പെട്ടെന്നൊരു മരണമായിരുന്നു. എനിക്കൊരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വലിയൊരു വേദനയായിരുന്നു. അതിനുശേഷം ഞാനൊരു 4 ദിവസം വിശുദ്ധ കുർബാനയൊന്നും അർപ്പിച്ചില്ല. കാരണം എനിക്ക് ഈ വിശുദ്ധ കുർബാനയുടെ ഇതിനൊരു ശക്തിയില്ലെന്നുള്ള തോന്നലായിരുന്നു. അമ്മച്ചിയുടെ ഒക്ടോബർ 23 മരണത്തിന് ശേഷം ഒരു 5-6 ദിവസം ഞാൻ വിശുദ്ധ കുർബാനയൊന്നും അർപ്പിച്ചില്ല. വലിയൊരു സങ്കടത്തിലായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു ബോധ്യം കിട്ടി, ഇപ്പോൾ നീ ഇത് സമ്മതിക്കുക. കാരണം ഈ കഴിഞ്ഞ 20 വർഷവും ഞാൻ പൗരോഹിത്യം ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എൻ്റെ അമ്മ എനിക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ജീവിതത്തിലെ വലിയൊരു സങ്കടമായിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിൽ അതിനെ സമ്മതിച്ചപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം ലഭിച്ചു. കാരണം പെട്ടെന്ന് ഒരു ആകസ്മികമായി മരിക്കുന്ന ഒരു വ്യക്തിയുടെ വേദന അതുപോലെ എനിക്ക് ഒപ്പിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ പറഞ്ഞ പാലക്കുടിയിലുള്ള ആ അപ്പനെയും അമ്മേനെയും ഒരു സ്വന്തം അപ്പനെയും അമ്മയെയും പോലെ എനിക്ക് ഏറ്റെടുക്കാൻ പറ്റിയത് എന്താ? എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മയുടെ ആ വലിയ മരണത്തിൻ്റെ ദുഃഖം ഞാൻ ശരിക്കും അനുഭവിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഇപ്പോൾ നീ ഇത് സമ്മതിക്കുക എന്ന് പറഞ്ഞ് അത് എന്ത് ചെയ്ത് അംഗീകരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇന്ന് പെട്ടെന്നുള്ള മരണം പോലെ വേദനിക്കുന്നവരടുത്ത് പോയിരിക്കാനും അവരെ ഒന്ന് സമാശ്വസിപ്പിക്കുവാനും അവർക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള ഒരു പുതിയ അഭിഷേകം നമുക്ക് നൽകി. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ പുതിയ വർഷത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിനെ സമ്മതിച്ചാൽ, മരണമായിരിക്കാം, തകർച്ചയായിരിക്കാം, രോഗം എന്തുമായിരിക്കട്ടെ, അതിനെ സമ്മതിച്ചാൽ എന്ത് ചെയ്യും? ദൈവം നമ്മിലൂടെ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ദൈവത്തിന് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും. എനിക്ക് ഉറപ്പുണ്ട്, ഞാനതിന് ശേഷം ഒരുപാട് പ്രിയപ്പെട്ടവരുടെ അടുത്ത് പോയിരുന്ന് അങ്ങനെ ഒന്ന് സമാശ്വസിപ്പിക്കുമ്പോൾ വലിയ ഒരു സൗഖ്യവും ഒരു അനുഗ്രഹവും വിടുതലൊക്കെ അവർക്ക് ലഭിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പാഠം എന്താ? ചിലതൊക്കെ വരുമ്പോൾ അതിനെ സമ്മതിക്കുക. വീണ്ടും നോക്കിയേ, സ്നാനം കഴിഞ്ഞുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. എളിമയുടെ വലിയൊരു പാഠമാണ്, അല്ലേ? ദൈവപുത്രൻ ഇതാ യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുകയാണ്, അല്ലേ? അവൻ പറഞ്ഞു, വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നവൻ കണ്ടു. നോക്കി, പരിശുദ്ധ അമ്മയെ നോക്കി, അല്ലേ? കർത്താവ് ഇതാ അങ്ങയുടെ ദാസി,
നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ എളിമപ്പെട്ടപ്പോഴാണ് ശരിക്കും ദൈവത്തിൻ്റെ ആത്മാവ് അല്ലേ അല്ലേ ഇതാ പറഞ്ഞു നോക്കി, ദൈവത്തിൻ്റെ ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു അല്ലേ. ആത്മാവ് ഇറങ്ങി വന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? എളിമപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി വളരെ പ്രബലമായി നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പരിശുദ്ധാത്മ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാം. അതുകൊണ്ട് നമുക്കും എളിമപ്പെടണം ജീവിതത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും അല്ലേ. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഈശോ എന്ത് കാണുന്നുണ്ട്, എന്ത് ചെയ്തു? എല്ലാവരിൽ നിന്ന് മാറി അല്പദൂരം മാറി ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിലും എന്ത് ചെയ്യണം? എളിമ എന്ന പുണ്യം നമ്മൾ അഭ്യസിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ വലിയൊരു അനുഗ്രഹമായിട്ട് മാറും. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ട് അച്ഛനെ ഈ 3 കാര്യങ്ങളാണ് പറഞ്ഞത്, ഓർമ്മയുണ്ടോ? അപ്പോൾ ഈ പുതുവർഷത്തിൽ എന്ത് ചെയ്യണം? ഈ ഒരു 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ വലിയൊരു സമാധാനവും സന്തോഷവും സംതൃപ്തിയൊക്കെ നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും. ഒരു നിമിഷം ഒന്ന് കണ്ണുകളടയ്ക്കാം, കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ദൈവമേ, ഇന്ന് പ്രത്യേകം സ്നേഹിച്ച് എന്നെ ഈ ആലയത്തിലേക്ക് അവിടുന്ന് കൊണ്ടുവന്നതാണ്. അവിടെ വചനം പഠിപ്പിക്കുകയാണ്, എൻ്റെ അടുത്തേക്ക് വരുന്ന ഒരാളെയും വെറും കൈയോടെ എനിക്ക് പറഞ്ഞയക്കാൻ മനസ്സ് വരില്ല. വലിയൊരു അനുകമ്പ തോന്നും ആ ദൈവത്തിന്. അവിടെയാണ് വലിയൊരു അത്ഭുതം സംഭവിക്കുക. 5 അപ്പം 5000-ങ്ങൾക്കായിട്ട് വർദ്ധിപ്പിക്കുന്ന വലിയൊരു അത്ഭുതം. അതുകൊണ്ട് ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന നിങ്ങളെ ആരെയും വെറും കൈയോടെ പറഞ്ഞയക്കാൻ മനസ്സ് വരാത്ത ഒരു ദൈവത്തിൻ്റെ ആ വലിയ സംരക്ഷണത്തിലാണ് നമ്മളെല്ലാവരും ഇരിക്കുക. എനിക്കിവരോട് അനുകമ്പ തോന്നുന്നു. ഒരുപക്ഷെ ഇവർക്കൊന്നും കൊടുക്കാതെ വിട്ടാൽ പോകുന്ന വഴിയിൽ അവർ തളർന്ന് വീണേക്കാം. തിരുപ്പാതയുമായി വിശുദ്ധ കുർബാന നമുക്ക് ആവുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, ഇതാ എൻ്റെ ഭാരങ്ങളും രോഗങ്ങളെല്ലാം സമർപ്പിക്കുകയാണ്. നീ പറഞ്ഞല്ലോ നിൻ്റെ ഭാരമൊക്കെ നീ എന്നെ ഏൽപ്പിക്കാൻ. ഇതാ ഞങ്ങളുടെ ഓരോരുത്തരുടെയും രോഗങ്ങളാകുന്ന ഭാരങ്ങൾ, കടബാധ്യതകളാകുന്ന ഭാരങ്ങൾ, എനിക്ക് തന്നെ എത്ര പരിശ്രമിച്ചിട്ടും മാറ്റാൻ പറ്റാത്ത ചില തഴക്കദോഷങ്ങൾ, പ്രാർത്ഥിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുന്നിരിക്കുമ്പോഴത്തേക്കും ക്ഷീണം, മടുപ്പ്, കുറേ ലോകത്തിൻ്റെ ചിന്തകളാകുന്ന ഭാരം. ഈശോ എല്ലാം നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പെട്ടെന്ന് വായിൽ നിന്നൊക്കെ വരുന്ന വാക്കുകൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തുകയാണ്. എന്നെയും കൊണ്ടൊന്നും കൊള്ളില്ല, ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കില്ല എന്നുള്ള കുറേ കുറ്റബോധത്തിൻ്റെ ഭാരം. അതെല്ലാം നമുക്കിപ്പോൾ ഈശോയുടെ പക്കലേക്ക് കൊടുക്കാം. 5 അപ്പം ആ വലിയ ജനത്തോട് കാരുണ്യം തോന്നിയ ദൈവം ചോദിച്ചു, എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ? അവർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഇതൊക്കെ ഉള്ളൂ. 5 അപ്പമൊക്കെ ഒന്നുമില്ല, ഇതൊന്നും തികയല്ലെന്നറിയാം. പക്ഷെ ആ കുറവുകൾ തമ്പുരാൻ്റെ മുമ്പിൽ അവർ കൊടുത്തപ്പോൾ അവൻ അതെടുത്തുയർത്തി വാഴ്ത്തി എന്ത് ചെയ്തു? അത് വലിയ അത്ഭുതം സംഭവിക്കുക. ആ അത്ഭുതം ഇപ്പോൾ ഈ അൾത്താരയിൽ സംഭവിക്കാൻ പോകുന്ന ഈ ഗോതമ്പപ്പവും വീഞ്ഞും ഈ കാസയിൽ പീലാസയിൽ സമർപ്പിക്കുമ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളെ, നമ്മുടെ വേദനകളെ, നമ്മുടെ എല്ലാ കുറവുകളെയും നമുക്ക് കൊടുക്കാം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് ദൈവദൂതന് വിളിക്കാൻ പറ്റാത്ത നമ്മുടെ സാഹചര്യങ്ങളെ, ഇവിടെ ഞാൻ സംപ്രീതയായി എന്ന് കേൾക്കാൻ പറ്റാത്ത നമ്മുടെ കുറവുകളെ എല്ലാം കൊടുക്കുകയാണ്. എഴുന്നേറ്റ് നിൽക്കാം. എല്ലാ കുറവുകളെ കൊടുക്കുകയാണ്. ആരൊക്കെ തമ്പുരാൻ്റെ കയ്യിൽ തങ്ങളുടെ കുറവുകൾ കൊടുത്തോ അതിനെല്ലാം എടുത്തുയർത്തിയപ്പോൾ ആ കുറവുകളെല്ലാം നിറവുകളായി മാറി. 2 കരങ്ങൾ ഉയർത്താം. ദൈവമേ, ഈ ഉയർത്തിയ കരങ്ങളിൽ എൻ്റെ കുറവുകളേ ഉള്ളൂ. ഒത്തിരി പുണ്യങ്ങൾ സമ്പാദിക്കാൻ സാധിച്ചിട്ടില്ല, ഒത്തിരി നന്മകളും സമ്പാദിക്കാൻ സാധിച്ചിട്ടില്ല. ഈശോ പറഞ്ഞത് എന്താ? നിന്റെ പക്കലുള്ള നീ എനിക്ക് താ എന്ന ഈശോ പറയുന്നത്. നിന്റെ കുറവുകളാകുന്ന, നിന്റെ രോഗങ്ങളാകുന്ന, നാളെയെക്കുറിച്ചുള്ള ആകുലതകളാണ് എല്ലാം കൊടുക്കാം. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ, ഓ ദൈവമേ, എല്ലാ കുറവുകളെയും സമർപ്പിക്കുകയാണ് കർത്താവേ. കുറവുകളെ നിറവുകളാക്കുന്നവനെ, ഇതാ ഈ വിശുദ്ധ കുർബാനയുടെ സമർപ്പണ സമയത്ത് ഞങ്ങളിതാ ഈ കാസയിൽ പീലാസയിൽ ഞങ്ങളുടെ കുറവുകളെ കർത്താവെ, പുണ്യങ്ങളൊന്നും സമ്പാദിക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഈശോയെ അവിടുന്ന് പറഞ്ഞല്ലോ, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. കർത്താവേ, ഞങ്ങളുടെ പാപഭാരങ്ങളെല്ലാം സമർപ്പിക്കുകയാണ് കർത്താവേ. ഒരു ഉണർവ് ലഭിക്കണം കർത്താവേ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. എൻ്റെ കുടുംബം ചെയ്യുന്ന അനുഗ്രഹം പ്രാപിക്കട്ടെ. എൻ്റെ സാമ്പത്തികമായ അനുഗ്രഹം പ്രാപിക്കട്ടെ. എൻ്റെ ജോലി മേഖല അനുഗ്രഹം പ്രാപിക്കട്ടെ. ഒന്നാം പ്രമാണ ലംഘനം വഴി എൻ്റെ കുടുംബത്തിലോ ജീവിതം എല്ലാ തിന്മകളുടെ കെട്ടുകൾ അഴിയട്ടെ. ദൈവത്തിൻ്റെ വലിയ അഭിഷേകം നിറയട്ടെ. യേശുവിൻ്റെ ശക്തി നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഇന്ന് ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന എല്ലാ വിശുദ്ധ കുർബാന ചേർത്ത് വെച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. രോഗപീഠകളെല്ലാം വിട്ടുമാറിപ്പോകട്ടെ. രോഗത്തിൻ്റെ കെട്ടുകൾ അടിയട്ടെ. വിവാഹ തടസ്സങ്ങൾ വിട്ടുമാറിപ്പോകട്ടെ. കടബാധ്യതകൾ മാറട്ടെ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്